കക്കാടമ്പയിലേക്ക് പോണ റൂട്ടിലാണ് കേട്ടോ നമ്മുടെ തോട്ടം. നമ്മൾ ലീസിനെടുക്കുന്ന തോട്ടമാണ്. അപ്പം പോയി വരാം. അതുവരെ എല്ലാ വീഡിയോസുകളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആയിട്ട് കാണട്ടെ നമുക്ക്. നല്ല അരുവികളും മലമ്പ്രദേശങ്ങളൊക്കെയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ആളുകൾക്കൊക്കെ അറിയാം. ഏകദേശം നമ്മൾ തോട്ടത്തിലേക്ക് എത്താറായിട്ടോ. നല്ല ജാതിത്തോട്ടങ്ങളും കുരുമുളക്, കൊക്കോ മരങ്ങളൊക്കെ ഉണ്ട്. ജാതി വിളവെടുപ്പ് കഴിഞ്ഞ ടൈമാണ് കേട്ടോ അപ്പോൾ. ഏകദേശം കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ കക്കാടംപൊയിൽ ഏരിയ എന്ന് പറയുന്നത്. ഒരു ക്രഷറിൻ്റെ വീഡിയോസാണത്. വലിയൊരു ക്രഷറാണ്. മിൽമ ബൂത്താണ് കേട്ടോ. മിൽമ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷെ ആളുകളൊന്നും എത്തിയിട്ടില്ല. ഞാൻ 7 ആകുമ്പോഴാണ് അതിൽ ക്ലോസ് ചെയ്യണത്. നല്ല അരുവി, നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ തോട്ടത്തിലെത്തിയിട്ടപ്പോൾ റബ്ബർ വെട്ടി നമ്മൾ ഒട്ടുപാലാക്കലാണ്. ചണ്ടിപ്പാലാക്കാന്ന് പറയും, ചിരട്ടപ്പാല്. റബ്ബറിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണോ എന്താ അറിയില്ല, അറിയാത്ത ആളുകളും ഉണ്ടാവും.
ഒരു ചെറിയ ചെരിവുള്ള തോട്ടാണ് കേട്ടോ. ഓവർ വലിയ കുന്നും മലയൊന്നല്ല, എന്നാലും നല്ലൊരു ചെറിയ ഭാഗത്തൊരു ചെരിവുള്ള തോട്ടാണ്. റബ്ബർ ചണ്ടിപ്പാലാക്കണതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ഇടും കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് വിട്ടുപാൽ ചണ്ടിപ്പാൽ ആക്കി ഉണക്കാൻ വെച്ചതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരം പിന്നീടൊരു വീഡിയോസിലിടും. അപ്പം നമുക്ക് ഇവിടുത്തെ ടൈം കഴിഞ്ഞു, വീട്ടിലേക്ക് പോകാണ് കേട്ടോ. വീട്ടിലെത്തി. വെട്ടുപാൽ ഉണക്കാനിടുന്ന സ്ഥലമാണ് കേട്ടോ.